281/14 പെട്ട് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഓഫ് കേരളയുടെ 2 മുതൽ 4 ഏക്കർ വരെ ഭൂമി നൽകാനാണ് തീരുമാനം. അപ്പോൾ സ്റ്റീൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ 2 ഏക്കർ മുതൽ 4 ഏക്കർ വരെയുള്ള നമ്മളുടെ നാഷണൽ ഹൈവേയുടെ തൊട്ടുകിടക്കുന്ന സ്ഥലമാണ് നൽകാൻ തീരുമാനിച്ചത്. ഈ ഭൂമിയിൽ വിശ്രമ കേന്ദ്രം തുടങ്ങാൻ തത്വത്തിൽ നോർക്ക വകുപ്പ് അനുമതി നൽകിയിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇത് നമ്മുടെ പബ്ലിക് അണ്ടർടേക്കിങ്സിൻ്റെ ഭൂമി സ്വകാര്യ വ്യക്തികളുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു എളുപ്പമാർഗമാണിത്. ഇതിൽ മൈനോറിറ്റി ഷെയർ മാത്രമാണ് ഗവൺമെൻറ്റിനുള്ളത്, 25%, 26%. പാതയോര വിശ്രമ കേന്ദ്രങ്ങൾ അഥവാ വേസൈഡ് അമ്യൂണിറ്റീസ് സംസ്ഥാനത്തുണ്ടാകുന്നതിന് നമ്മളാരും എതിരല്ല. പക്ഷേ അതിൻ്റെ പേരിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി നൽകുന്ന നടപടി ആണ് സർക്കാർ ഇവിടെ സ്വീകരിക്കുന്നത്. ആദ്യം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ നിയമസഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച വേളയിൽ പൊതുമരാമത്ത് വകുപ്പ് ഇതുപോലെ വേസൈഡ് അമ്യൂണിറ്റീസിന് വേണ്ടി 14 കണ്ണായ ഭൂമികൾ തെരഞ്ഞെടുത്തു. അത് സ്വകാര്യ വ്യക്തികൾക്ക് നൽകാനുള്ള നടപടിയുമുണ്ടായി. അന്ന് റവന്യൂ വകുപ്പ് മന്ത്രി അതിനെ ശക്തമായി എതിർത്തു. പൊതുമരാമത്ത് വകുപ്പ് ഈ നടപടിയുമായി മുന്നോട്ട് പോകുന്നതിനെ എതിർത്തുകൊണ്ട് റവന്യൂ മന്ത്രിയായ ചന്ദ്രശേഖരൻ എഴുതിയ കത്ത് ഞാൻ അന്ന് നിയമസഭയിൽ വായിച്ചു. അതിൻ്റെ കോപ്പി ഇപ്പം എൻ്റെ കയ്യിലുണ്ട്, വേണേൽ നിങ്ങൾക്ക് വിതരണം ചെയ്യാം. തുടർന്ന് മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള നോർക്ക വകുപ്പ് ഭൂമി തട്ടിപ്പിനായി മറ്റൊരു രൂപത്തിൽ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അന്ന് ഞാൻ നിയമസഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഈ കത്തുകൾ മുന്നോട്ട് വെച്ചപ്പോൾ 23/7/2020 56/2020 ആയി പൊതുമരാമത്ത് വകുപ്പ് ഇറക്കിയ ഉത്തരവിലാണ് ദേശീയപാത ഉൾപ്പെടെ കേരളത്തിലെ പ്രധാന നിരത്തുകളിലുള്ള 15ഓളം പ്രധാന കേന്ദ്രങ്ങളിൽ വഴിയോര വിശ്രമങ്ങൾ ആരംഭിക്കാൻ സ്വകാര്യ വ്യക്തികൾക്ക് സർക്കാർ ഭൂമി പാട്ടത്തിന് നൽകാനുള്ള നടപടി തുടങ്ങിയത്. എന്നാൽ അന്ന് റവന്യൂ മന്ത്രി പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞത് ഭൂമിയുടെ യഥാർത്ഥ ഉടമസ്ഥനായ റവന്യൂ വകുപ്പ് അറിയാതെയാണ് പൊതുമരാമത്ത് വകുപ്പ് ഇത്തരത്തിലുള്ള ഒരു ഇടപാട് നടത്തുന്നത് എന്നാണ്. സർക്കാർ ഭൂമിയിലുള്ള ഒരു ക്രയവിക്രയങ്ങളും റവന്യൂ വകുപ്പിൻ്റെ അനുമതിയില്ലാതെ നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് 116/2019 റവന്യൂ വകുപ്പ് ഇറക്കിയ സർക്കുലറിൽ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഈ ഉത്തരവ് നിലനിൽക്കെയാണ് സ്വകാര്യ വ്യക്തികൾക്ക് റവന്യൂ ഭൂമി പാട്ടത്തിന് നൽകാനുള്ള ടെൻഡർ വിളിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് അന്ന് നടപടികൾ ആരംഭിച്ചത്. വാസ്തവത്തിൽ ഇതിന് ദുരൂഹത ധാരാളമുണ്ട്. കാരണം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നേരിട്ട് ഗവൺമെന്റിന് കത്തെഴുതി, പൊതുമരാമത്ത് വകുപ്പ് ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് പെട്രോൾ പമ്പ് അല്ലെങ്കിൽ ഡീസൽ സ്റ്റേഷൻസുകൾ ആരംഭിച്ച് അതിനോടൊപ്പം തന്നെ വേസൈഡ് അമ്യൂണിറ്റീസ് ചെയ്യാനുള്ള മുൻപരിചയമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭൂമി അലോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ മുന്നോട്ട് വന്നതാണ്. അവർക്ക് നൽകാതെയാണ്, അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. അന്നത് അത് കൺസിഡർ ചെയ്യാതെയാണ് മന്ത്രിസഭാ യോഗം പോലും അറിയാതെ, ചട്ടപ്രകാരം ചെയ്യേണ്ട ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ അന്ന് റവന്യൂ മന്ത്രി അതിനെതിരായി കുറിപ്പെഴുതുകയും ചെയ്തു.
അപ്പോൾ അന്ന് അതിന് മറുപടിയായി പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞത് ടെൻഡർ വിളിച്ചിട്ടേ ഉള്ളൂ, ആർക്കും ഇത് കൊടുത്തിട്ടില്ല എന്നാണ്. അതിനുശേഷമാണ് ഇപ്പോൾ പുതിയ ഇടപാടുമായി നോർക്ക മുന്നോട്ട് വന്നിട്ടുള്ളത്. 23/9/2020 503/2020 നോർക്ക വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ നോർക്കയുടെ കീഴിലുള്ള സ്വകാര്യ സംരംഭമായ ഓവർസീസ് കേരളൈറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് ലിമിറ്റഡ് എന്ന കമ്പനി IOCയുമായി ചേർന്ന് വേസൈഡ് അമ്യൂണിറ്റീസ് ആരംഭിക്കാൻ MOU ഒപ്പുവെച്ചു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിനാവശ്യമായ ഭൂമിയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഭൂമി നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എനിക്ക് ഈ കാര്യത്തിൽ 5 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഇതിന്റെ MOU ഗവൺമെന്റ് പുറത്തുവിടാമോ? 2, ഈ കാര്യത്തിൽ റവന്യൂ മന്ത്രിയുടെ അഭിപ്രായം എന്താണ്? 3, ഈ കമ്പനി ഡയറക്ടർ ബോർഡിലേക്ക് ഈ അബ്ദുള്ളയെയും ബാജി ജോർജ് ഉൾപ്പെടെയുള്ളവരെ ഈ 2 പേരെ തെരഞ്ഞെടുത്തതിന്റെ മാനദണ്ഡം എന്താണ്? ഇതിന് ക്യാബിനറ്റിന്റെ അംഗീകാരമുണ്ടോ? 5, എന്തുകൊണ്ട് IOC നേരിട്ട് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IOC നേരിട്ട് നടത്താമെന്ന് പറഞ്ഞാൽ അവർ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? അതുമാത്രമല്ല, പൊതുമരാമത്ത് വകുപ്പ് നേരത്തെ ഇറക്കിയ ഉത്തരവ്, ഇതേ ഉത്തരവ് നിലനിൽക്കുകയാണ്. ആ ഉത്തരവ് നിലനിൽക്കുമ്പോൾ നോർക്ക പുതിയൊരു ഉത്തരവുമായി വന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരേ വേസൈഡ് അമ്യൂണിറ്റീസിനെ നമ്മൾ ആരും എതിരല്ലല്ലോ. ഒരേ കാര്യം നടപ്പാക്കാൻ വേണ്ടി 2 ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഒരുപോലെ മുന്നോട്ട് വരുമ്പോൾ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇത്? ഒരുപക്ഷെ ഇത് ക്യാബിനറ്റിൽ പോയിരുന്നെങ്കിൽ അവിടെ വെച്ച് മന്ത്രിമാർക്ക് പറയാമായിരുന്നു, PWD മന്ത്രിക്ക് പറയാമായിരുന്നു, ഞങ്ങൾ ഒരു നടപടി ആരംഭിച്ചിട്ടുണ്ട്, നോർക്ക ഇങ്ങനെ ആരംഭിച്ചിട്ടുണ്ടെന്ന് അവർക്ക് പറയാമായിരുന്നു, ഒരു തീരുമാനമെടുക്കാൻ കഴിയുമായിരുന്നു. ഇപ്പം 2 വകുപ്പുകൾ പരസ്പരം അറിയാതെ ഒരേ കാര്യത്തിന് വേണ്ടി ഉത്തരവിറങ്ങുന്ന വിചിത്രമായ നടപടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. 26% സർക്കാരിനും 74% സ്വകാര്യ വ്യക്തികൾക്കും ഷെയറുള്ള ഓവർസീസ് കേരളൈറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് കമ്പനി എന്ന പേരിലാണ് ഈ സ്ഥാപനം ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആരൊക്കെയാണ് റെസ്റ്റ് ഓഫ് കമ്പനിയുടെ ഡയറക്ടർമാർ? ഇതുവരെ അത് വ്യക്തമായിട്ടില്ല. ഈ റെസ്റ്റ് ഓഫ് എന്ന് പറയുന്ന കമ്പനി, ഇവരുടെ ഈ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെ താഴെ ബ്രാൻഡ് നെയിമിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള റെസ്റ്റ് ഓഫിൽ ആരാണ് ഉടമസ്ഥാവകാശി? കോടികൾ വിലയുള്ള സർക്കാർ ഭൂമി വ്യക്തികൾക്ക് ചുളുവ് വിലയ്ക്ക് കിട്ടുന്ന തരത്തിലേക്ക് ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്നത് ഒരു അഴിമതിയല്ലേ? സ്വകാര്യ വ്യക്തികൾക്ക് ലാഭമുണ്ടാക്കാനും കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ IOC പോലുള്ള സ്ഥാപനങ്ങൾ ഇത് തുടങ്ങി പരിചയമുള്ളവരാണ്. ഇവർ ഇത് ചെയ്യാമെന്ന് പറയുമ്പോൾ എന്തിനാണ് സർക്കാർ ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നത്? പൊതുമരാമത്ത് വകുപ്പിന്റെ കയ്യേറ്റം വൈകിയാണെങ്കിലും തടഞ്ഞ റവന്യൂ മന്ത്രി നോർക്ക വകുപ്പിന്റെ ഈ നീക്കം തടയാൻ തയ്യാറാകുമോ? ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി എനിക്ക് ബന്ധപ്പെട്ട് ചോദിക്കാനുള്ളത്. ഇന്ന് ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തിൽ വൻതോതിൽ ഭൂമി സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും പതിച്ചു കൊടുക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ഞാൻ പറയാം. സംസ്ഥാനത്തെ ഇലക്ട്രിസിറ്റി ബോർഡ് പാലാരിവട്ടം മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഒരു 5 സെന്റ് ഭൂമി, പാലാരിവട്ടത്ത് 5 സെന്റ് ഭൂമി എന്ന് പറയുമ്പോൾ എത്ര വലുതായിരിക്കും, എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പതിച്ചു കൊടുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അടിയന്തരമായി അത് നിർത്തിവെക്കണമെന്ന് കേരള ഇലക്ട്രിസിറ്റി ബോർഡിനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. സർക്കാരിൻ്റെ കണ്ണായ ഭൂമികൾ ഇങ്ങനെ പതിച്ചു കൊടുക്കുന്ന നടപടികൾ തെറ്റാണ്. ഇത് രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടിയാണ്. നേരത്തെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിനെ പറ്റി ഇതുപോലെ ഭൂമി ഹൈഡൽ ടൂറിസത്തിൻ്റെ പേരിൽ സൊസൈറ്റികൾക്ക്
പതിച്ചു കൊടുക്കുന്നുള്ള പരാതി ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഇതും അതുപോലെയല്ല, ഐഡൽ ടൂറിസത്തിന് വേണ്ടിയല്ല. പാലാരിവട്ടത്ത് ഇതുപോലെ 5 സെന്റ് ഭൂമി പതിച്ചു കൊടുക്കാനുള്ള നീക്കം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പദ്ധതിയുടെ കൈക്കൂലിയെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തണമെന്നാണ് വിജിലൻസ് ശുപാർശ ചെയ്തിട്ടുള്ളതെന്നാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. വിവാദ സ്ത്രീയുടെ ലോക്കറിൽ നിന്ന് പിടിച്ചെടുത്ത പണം സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥരെ ദുസ്വാധീനിച്ച് സ്വരൂപിച്ചതാണോ എന്നും കണ്ടെത്തണമെന്ന് ആ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പ്രത്യേകമായി സൂചിപ്പിക്കുന്നു. ലൈഫ് മിഷൻ പദ്ധതിക്കായി ധാരണാപത്രം ഒപ്പിടുന്നതിന് മുമ്പ് നയപരമായ തീരുമാനമെടുത്ത് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് നിയമവകുപ്പ് ശുപാർശ ചെയ്തതാണ്. അത് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അവരുടെ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് വിജിലൻസ് തള്ളിക്കളഞ്ഞതിനെയാണ് വിജിലൻസ് ഈ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇതാരുടെ വീഴ്ചയാണ്? മുഖ്യമന്ത്രി ഇത് ജനങ്ങളോട് വിശദീകരിക്കണം. ഈ ഇടപാടിന് കേന്ദ്ര അനുമതി വേണ്ട എന്നാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വിജിലൻസ് അത് തള്ളുകയാണ്. കേന്ദ്ര സർക്കാരിനെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല എന്ന് വിജിലൻസും പറയുന്നു. ഇനിയും മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ എന്താ പറയാനുള്ളത്? അദ്ദേഹത്തിന്റെ കീഴിലുള്ള വിജിലൻസ് വകുപ്പാണ് ഈ കാര്യം സൂചിപ്പിക്കുന്നത്. വിശദമായ അന്വേഷണം ആവശ്യമാണെങ്കിലും വിദേശ ഫണ്ട് ഉൾപ്പെടുന്ന കാര്യമായതിനാൽ നിയമവകുപ്പിനെയും മറ്റു ഉപദേശം സ്വീകരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതാണെന്നാണ് വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തെങ്കിലും അതിനുവേണ്ടി സമയം കണ്ടെത്താതെയാണ് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതാരുടെ ബുദ്ധിയാണ്? CBI അന്വേഷണത്തെ മുടക്കാൻ വേണ്ടി മനഃപൂർവ്വമാണ് ഈ നടപടി എന്ന് നമുക്ക് കരുതേണ്ടി വരും. ഇനിയെങ്കിലും കള്ളക്കളി അവസാനിപ്പിച്ചുകൊണ്ട് ഈ ലൈഫിലെ തട്ടിപ്പിനെ പറ്റി ഗവൺമെന്റ് സഹകരിക്കുകയാണ് വേണ്ടത്. ഗവൺമെന്റ് CBI സഹായിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അതിന് വഴിമുടക്കുന്ന നടപടിയല്ല സ്വീകരിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലൈഫ് പദ്ധതിയിൽ വിദേശ സഹായം ഏർപ്പാടാക്കിയതിന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഒന്നാമത്തെ വ്യക്തി എന്ന് ഇപ്പോൾ UV ജോസ് തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയെന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ എനിക്ക് ഗവൺമെന്റിനോട് ചോദിക്കാനുള്ളത്, ഈ പദ്ധതിയിൽ സർക്കാരിന് ഒരു പങ്കാളിത്തവും ഇല്ല എന്ന വാദം നിലനിൽക്കുമോ? ഇത്രയും നാൾ സർക്കാർ പറഞ്ഞത് ഞങ്ങൾക്കിൽ ഉത്തരവാദിത്തമില്ല, ആരോപണം കൊടുക്കുന്നു, അവർ വന്ന് വീട് വെക്കുന്നു, പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ സഹായിക്കുന്നു എന്നുള്ളതല്ലാതെ സർക്കാരിന് ഒരു ബാധ്യതയുമില്ല എന്ന് പറഞ്ഞ വാദം പൊളിഞ്ഞില്ലേ? എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത്, നിങ്ങൾ ഈ നാട്യങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ നടന്നിട്ടുള്ള അഴിമതി തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകണം. ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്ത അത്ര നിസ്സാരമല്ല. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസിന്റെ കണ്ടെത്തലാണ്. ആ കണ്ടെത്തലിനെ വെച്ചിട്ടാണെങ്കിൽ ഇതിൽ അഴിമതി ഉണ്ടായിട്ടുണ്ട്, ഇതിൽ കൈക്കൂലി ഉണ്ടായിട്ടുണ്ട്. ആ കൈക്കൂലി വാങ്ങിയ ആളാരാണെന്ന് അതിനുവേണ്ടി സഹായിച്ചവരെ കണ്ടെത്തണം. നിയമവകുപ്പ് അറിഞ്ഞിട്ടില്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം വാങ്ങിയില്ല, സ്ഥലം അനുവദിച്ചതിലും അതൊന്നുമില്ലാതെ ഈ ഇടപാട് നടത്തിയത് ധാരണാപത്രത്തിൽ ദുരൂഹതയുണ്ട് എന്ന പുതിയ ആരോപണവും ആണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നത്. മറ്റു വാർത്തകളിലേക്ക്. ഗവൺമെന്റ് പരിശോധിക്കുമെന്ന് ഞാൻ കരുതുന്നു. നെല്ല് സംഭരണത്തിൽ സ്വകാര്യ മിൽ ഉടമകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്ന സർക്കാർ തീരുമാനം. സഹകരണ മേഖലയിലും നെല്ല് സംഭരിക്കും. സ്വകാര്യ